വികസന കാര്യങ്ങളിൽ, ജനങ്ങളുടെ കാര്യങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ എല്ലാവരുമായി സംസാരിക്കാൻ തയ്യാറാവും. അത് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ നരേന്ദ്രമോദിയുമായി സംസാരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നില്ലല്ലോ. ആ വിഷയത്തിൽ ഇപ്പം നാളെ നരേന്ദ്രമോദിയെ കണ്ടാലും തെറ്റില്ല, രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായമുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയുമായി സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ കൊച്ചി മെട്രോയോ വിഴിഞ്ഞവും ഉണ്ടാവില്ലല്ലോ. പകൽ വെളിച്ചത്തിലല്ലേ ചാണ്ടിയുമ്മൻ പോകുന്നത്. തെരുവിൽ തമ്മിൽ തല്ലുന്ന രാഷ്ട്രീയ നേതാക്കളെ ജനം വെറുത്തു തുടങ്ങി. സാധാരണക്കാരുടെ ഇടയിൽ ചാണ്ടിയുമ്മൻ ശരിക്കും ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ്. എല്ലാ മേഖലയിലും മിടുക്കരായ ഒരുപാട് യുവ നേതാക്കൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ശ്രീ ചാണ്ടി അവിടെ ജയിക്കുന്നത്, ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത്. ഷാഫി പറമ്പിലിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നത്. PT തോമസിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ഉമാ തോമസ് ജയിക്കുന്നത്. അത് ചാണ്ടി ഉമ്മന്റെ വെറും പ്രഹസനമാണ്. തൊട്ടപ്പുറത്തെ മണ്ഡലത്തിലെ ജനപ്രതിനിധിക്ക് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കാമെങ്കിൽ ആ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ വാസവന് 1 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണ്ടേ? യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേരളത്തിൽ നിന്നും പല നേതാക്കന്മാരും ചർച്ചകൾ നടത്തുന്നുണ്ട്. എങ്ങനെ അവരെ ആ ഒരു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നുള്ള രീതിയിൽ. അതിലിപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് ചാണ്ടി ഉമ്മൻ ഗവർണറെ പോയി കണ്ട് ആവശ്യം അറിയിക്കുകയും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നീക്കങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സംഘപരിവാറിന് വേണ്ടി ഇത്രത്തോളം സംസാരിക്കുന്ന ഒരു ഗവർണറെ പോയി കണ്ട് നമ്മുടെ ഒരു ചാണ്ടിയുമ്മനെ പോലെ ഒരു നേതാവ് ഇങ്ങനെ ഒരു ആവശ്യം, എന്തൊരു ആവശ്യമായിക്കോട്ടെ, ആ ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു വ്യക്തിയെ പോയി കാണുന്നത് നല്ലൊരു കാര്യമാണ്. അല്ല, അത് ഉമ്മൻചാണ്ടിയുടെ ലെഗസിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, രാഷ്ട്രീയ കാര്യങ്ങളിൽ എല്ലാവരുമായി, എതിർകക്ഷികളുമായി എതിർക്കുന്നതിൻ്റെ അങ്ങേയറ്റം എതിർക്കുമ്പോഴും വികസന കാര്യങ്ങളിൽ, ജനങ്ങളുടെ കാര്യങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ എല്ലാവരുമായി സംസാരിക്കാൻ തയ്യാറാവും. അത് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അത് ഇപ്പോൾ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായത് തൊട്ട് വിഴിഞ്ഞമടക്കമുള്ള വിവിധ കാര്യങ്ങളിൽ, വിഴിഞ്ഞം പദ്ധതി ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ UPA ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലുള്ളത്. പക്ഷേ വിഴിഞ്ഞം തുടങ്ങാറാകുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇവിടെ ഉള്ളപ്പോൾ അവിടെ നരേന്ദ്രമോദി വന്നു. ഞങ്ങൾ നരേന്ദ്രമോദിയുമായി സംസാരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നില്ലല്ലോ. അല്ലെങ്കിൽ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ അടക്കം അവിടെ മറ്റൊരു ഗവൺമെൻറ് മാറി വരുമ്പോൾ ആ ഗവൺമെൻറ്റുമായി ഒരു ടോക്കിംഗ് ടേംസ് ഉണ്ടാവുക എന്നുള്ള ഒരു ഭരണാധിപൻ്റെ, ഒരു നേതാവിൻ്റെ കഴിവാണ്. ഇപ്പം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി തൊട്ടിടപെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയും അവരുടെ മോചനം സാധ്യമാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചുള്ള ലക്ഷ്യം. ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്, സംസ്ഥാനത്തിൻ്റെ ഭരണ മേധാവിയാണ്, ഒന്നാമനാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെടാൻ സാധിക്കും, അദ്ദേഹത്തിന് വിദേശകാര്യ മന്ത്രാലയവും മറ്റുള്ള കോൺസുലേറ്റുകളുമായി ബന്ധപ്പെടാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യപ്പെടുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. കാരണം നമ്മൾ ഒരു ജനത്തിൻ്റെ വിഷയമാണ്, ജനകീയ വിഷയമാണ്, ഒരു സാധാരണക്കാരിയുടെ വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്പം നാളെ നരേന്ദ്രമോദിയെ കണ്ടാലും തെറ്റില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അത് തന്നെയാണ് ശരി. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളിൽ എന്ത് വ്യത്യാസമുണ്ടെങ്കിലും ജനങ്ങളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. തീർച്ചയായും അങ്ങനെ നിന്നേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായമുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയുമായി സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ കൊച്ചി മെട്രോയോ വിഴിഞ്ഞവും ഉണ്ടാവില്ലല്ലോ. അതിപ്പോൾ പിണറായി വിജയനെ പോലെ ഞങ്ങൾ ഈ രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നില്ലല്ലോ BJPയുമായി അല്ലെങ്കിൽ സംഘപരിവാരവുമായി. ഏതെങ്കിലും സീറ്റുകളിൽ ധാരണ ഉണ്ടാക്കുന്നില്ലല്ലോ. തൃശ്ശൂർ സീറ്റ് കൊണ്ടുപോയി കൊടുത്ത പോലെ ഞങ്ങൾ അങ്ങനെ ഒരു ധാരണ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ. ഞങ്ങൾ ഓപ്പൺലി അല്ലേ, പകൽ വെളിച്ചത്തിലല്ലേ ചാണ്ടിയുമ്മൻ പോകുന്നത്. രാത്രിയിൽ തൃശ്ശൂരിലെ പ്രൈവറ്റ് റിസോർട്ടിലല്ലല്ലോ പോയത്. പകൽ വെളിച്ചത്തിൽ തിരുവനന്തപുരത്തെ ഗവർണറുടെ വസതിയിലല്ലേ പോയി കാണുന്നത്. അത് ചാണ്ടിയുമ്മൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മാതാവും ആ കൂടെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു. അവിടം തൊട്ട് ഉമ്മൻചാണ്ടി തൊട്ട് ഇടപെട്ട വിവിധ കോൺഗ്രസ് നേതാക്കളുണ്ട്, CPM നേതാക്കളുണ്ട്, BJP നേതാക്കളുണ്ട്, എല്ലാ പാർട്ടികളുടെയും നേതാക്കളുണ്ട്. അതൊരു നല്ല പൊളിറ്റിക്കൽ മെസ്സേജാണ് നൽകുന്നത്, ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ മുമ്പോട്ട് വെക്കാൻ ശ്രീ ചാണ്ടിയുമ്മന് സാധിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യവുമാണ്. ഒരു ജനപ്രതിനിധിക്ക് വേണ്ട ഒരു ഗുഡ് ക്വാളിറ്റിയാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ കാഴ്ചവെച്ചെന്നുള്ളതാണ്. തീർച്ചയായും. ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തെ ജനത്തിൻ്റെ പ്രശ്നമുണ്ടാകുമ്പോൾ, അവരുടെ വേദന ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് കക്ഷിക്കാണ് സഹായിക്കാൻ സാധിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? നമ്മൾ അതിൻ്റെ പേരിൽ നമ്മളുടെ രാഷ്ട്രീയ ആശയങ്ങൾ, തലേ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്ന വിമർശനങ്ങൾ, ഇതൊക്കെ അടിയറവ് വെക്കാൻ പാടില്ല. എനിക്കൊരു സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ ഭരണം പിടിച്ചു നിർത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് ജയിക്കാൻ വേണ്ടിയോ, ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്, ജയിക്കാൻ വേണ്ടിയോ ആണ് എതിർകക്ഷിയിലെ നേതാവിനെ പോയി കാണുന്നത്. അതിനുശേഷം നമ്മളുടെ രാഷ്ട്രീയ
രാഷ്ട്രീയ ചിന്തകൾ, ആശയങ്ങളൊക്കെ അടിയറവ് വെച്ച് അവരെ പഠിക്കൽ പോയി കടക്കുകയാണ് എങ്കിൽ അത് തെറ്റാണ്. അത് പക്ഷേ എനിക്ക് വേണ്ടി അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി നമ്മളുടെ രാഷ്ട്രീയം കോംപ്രമൈസ് ചെയ്യാതെ, രാഷ്ട്രീയ ആശയങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ, നമുക്ക് ആ വ്യക്തിയുടെ ആവശ്യത്തിന് വേണ്ടി, ആ ജനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ആ വോട്ടറിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഇപ്പുറത്തുള്ള ആളുടെ അതോറിറ്റേറ്റീവ് പവർ ഉപയോഗിക്കാൻ വേണ്ടി അയാളോട് ആവശ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നല്ലൊരു പൊളിറ്റിക്കൽ കൾച്ചറാണ്. അത് വളർന്നു വരേണ്ടതുമാണ്. കാരണം ഈ തെരുവിൽ തമ്മിൽ തല്ലുന്ന രാഷ്ട്രീയ നേതാക്കളെ ജനം വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. അതല്ല ആവശ്യം. നമ്മൾ രാഷ്ട്രീയം പറയണം, രാഷ്ട്രീയ എതിരഭിപ്രായങ്ങൾ പറയണം, അത് ജനത്തിൻ്റെ മുമ്പിലേക്ക് ഡിബേറ്റിന് വെച്ചു കൊടുക്കണം. അവരാണല്ലോ ചിന്തിക്കുക. അല്ലാതെ നേരിട്ട് കാണുമ്പോൾ കടിച്ച് മുറിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ചിന്തകളൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. ഇപ്പോ ജനങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ ചാണ്ടി ഉമ്മൻ ശരിക്കും ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ്. കാര്യം ഇപ്പൊ ചാണ്ടി ഉമ്മൻ കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സി പി എം എന്തിലും ഇദ്ദേഹത്തെ ഒരു കുറ്റം കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്താലും അതൊരു ഷോ ഓഫ് ആണ് എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അല്ല, ചാണ്ടി ഉമ്മൻ അടക്കമുള്ള എല്ലാ നേതാക്കളും, കോൺഗ്രസിലെ യുവ നേതാക്കളെ മുഴുവൻ കടന്നാക്രമിക്കുന്ന ഒരു രീതി CPM-ന്റെ ഭാഗത്തുണ്ട്. നമ്മൾ ആ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ അവരുടെ കൂട്ടത്തിൽ ചില യുവ മുഖങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ കേസിൽ പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്യണം, പറ്റുമെങ്കിൽ പെണ്ണ് കേസ് തന്നെ ആയിക്കോട്ടെ എന്ന് മറ്റേ പാർട്ടി നേതാവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സീൻ അങ്ങേക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. നമ്മുടെ കോട്ടപ്പള്ളിക്ക് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, ശങ്കരാടി പറഞ്ഞു കൊടുക്കുന്നത്, അവരുടെ കൂട്ടത്തിൽ ചില മിടുക്കന്മാർ വന്നിട്ടുണ്ട്, ഏതെങ്കിലും പെണ്ണ് കേസിൽ പെടുത്തി അവന്മാരെ ഇല്ലായ്മ ചെയ്യണം. അതായത് ഓപ്പോസിറ്റ് കക്ഷിയിൽ മിടുക്കരായ, ഞങ്ങളെ സംബന്ധിച്ച് 2ാം ലൈനിലും 3ാം ലൈനിലും ഒക്കെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള, ജനങ്ങൾ അറിയുന്ന, അവരോട് സംവദിക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന, വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ളവർ, ചിലർ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളാവും, ചിലർ തെരുവിലെ പ്രവർത്തനങ്ങളാവും, ചിലർ സമരം നയിക്കുന്നവരായിരിക്കും, ചിലർ സംഘാടകരായിരിക്കും, ചിലർ പ്രാസംഗികരായിരിക്കും. അങ്ങനെ മിടുക്കരായ, എല്ലാ മേഖലയിലും മിടുക്കരായ ഒരുപാട് യുവ നേതാക്കൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിലൊരാളാണ്, ഒന്നാം സ്ഥാനീയനാണ് ശ്രീ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ. അപ്പോൾ അവരെ എങ്ങനെയും കടന്നാക്രമിക്കുക, അവരെ ഡിഫമേറ്റ് ചെയ്യുക എന്നുള്ളത് CPM-ന്റെ അജണ്ടയാണ്. അവരെ സ്പോൺസർ ചെയ്യുന്ന PR എക്സസൈസിൻ്റെ അജണ്ടയാണ്. അതവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ ജനം അറബിക്കടലിൽ എടുത്ത് കളയും എന്നതിൻ്റെ തെളിവാണല്ലോ. ഉമ്മൻചാണ്ടിയേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ശ്രീ ചാണ്ടി അവിടെ ജയിക്കുന്നത്, ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത്. ഷാഫി പറമ്പിലിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നത്. PT തോമസിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ഉമാ തോമസ് ജയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പുതുതായി വരുന്ന യുവ നേതാക്കൾ, ഞാൻ അടങ്ങുന്ന ഒരു കോൺഗ്രസിൻ്റെ യുവ രാഷ്ട്രീയ പ്രവർത്തകർ, ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ കൾച്ചറുണ്ട്, ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ ജനം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഈ പറയുന്ന എന്താണ്, തെരുവിൽ തമ്മിൽ തല്ലുക എന്നതിനപ്പുറത്ത് കൃത്യമായ രാഷ്ട്രീയം സംവദിക്കുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CPM ചെയ്യേണ്ടത്, പക്ഷേ ഈ പറയുന്ന യുവ നേതാക്കൾ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ MLA പോലെയുള്ളവർ എന്തൊരു കാര്യം നല്ലത് ചെയ്യുമ്പോഴും അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനേക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്നതിന് പകരം ചെയ്യുന്നവരെ എങ്ങനെ അടിച്ചമർത്താം, എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ള രീതിയാണ് കാണുന്നുണ്ട്. തന്നെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ മരണപ്പെട്ട ബിന്ദുവിനും ഫാമിലിക്ക് 5 ലക്ഷം രൂപ വാഗ്ദാനം നൽകിയപ്പോഴും അത് ചാണ്ടി ഉമ്മന്റെ വെറും പ്രഹസനമാണ്, ആളുകളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണെന്നൊക്കെയുള്ള രീതിയിൽ കണ്ടിരുന്നു. അതിന് പകരമായിട്ട് CPM അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത്, ഈ പറയുന്ന ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാൻ അവർ ചെയ്യേണ്ടത് ഇതിനേക്കാൾ ഒരുപാട് മുൻപിൽ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ എന്ത് ചെയ്യുമ്പോഴും അതിന് തെറ്റ് കാണുക എന്നുള്ളതല്ലല്ലോ. തീർച്ചയായും. അതായത് ഈ ബിന്ദുവിന് ആക്സിഡന്റ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ബിന്ദുവിനെ സർക്കാർ സംവിധാനങ്ങൾ കൊലയ്ക്ക് കൊടുക്കുന്ന ആശുപത്രി കെട്ടിടം ഇരിക്കുന്നത് മന്ത്രി വാസവന്റെ നിയോജകമണ്ഡലത്തിലാണ്. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ, ഞാനും കോട്ടയംകാരനാണല്ലോ, ആദ്യ മണിക്കൂറുകളിൽ ഈ സൈബർ കമ്മികൾ അവർ വിചാരിച്ചത്, അതായത് കോട്ടയത്തിന് വെളിയിലുള്ള സൈബർ കമ്മികൾ വിചാരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ കോട്ടയം നിയോജകമണ്ഡലത്തിലായിരിക്കും. അങ്ങനെ ആദ്യം തിരുവഞ്ചൂരിനെ കടന്ന് ആക്രമിക്കാൻ തുടങ്ങി. രണ്ടാമത് അവർ TV നോക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ചാണ്ടി ഉമ്മനാണ്. അപ്പോൾ ഇവരോർത്തു സ്ഥലം MLA ചാണ്ടിയായിരിക്കും, അപ്പോൾ ചാണ്ടി ഉമ്മനെ അങ്ങ് കടന്ന് ആക്രമിച്ചു കളയാം. പിന്നീടാണ് ഇവർ തിരിച്ചറിയുന്നത് ഇവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ, പരിണിത പ്രജ്ഞനായ, ഇവരുടെ റാങ്ക് ആൻഡ് ഫയലിൽ 1, 2, 3 സ്ഥാനങ്ങൾ എടുത്താൽ അതിലുള്ള ആളായ ശ്രീ വാസവനാണ്, VN വാസവനാണ് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധി. നോക്കൂ, തൊട്ടപ്പുറത്തെ മണ്ഡലത്തിലെ ജനപ്രതിനിധിക്ക് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കാമെങ്കിൽ ആ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ വാസവന് 1 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണ്ടേ ആ കുടുംബത്തിന്? CPM-ന് 1 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കാൻ മിനിറ്റുകൾ മതി. CPM-ന് 10 ലക്ഷം രൂപ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പ്രഖ്യാപിക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? 2,
ഈ ആക്സിഡന്റ് നടക്കുന്നതിൻ്റെ ഏതാണ്ട് 5 കിലോമീറ്റർ അപ്പുറത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ ആ പാവപ്പെട്ട സ്ത്രീക്കോ അവരുടെ കുടുംബത്തിനോ സഹായം പ്രഖ്യാപിക്കാത്തത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഞങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ അതിനേക്കാൾ നല്ലതാണ് ഞങ്ങൾ എന്ന് കാണിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ബൂർഷയെ തോപ്പിക്കാൻ ബൂർഷയുടെ അപ്പനാവണം എന്നുള്ളതാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ ഞങ്ങൾ നല്ലത് ചെയ്യുന്നു, അത് PR എക്സസൈസിന് വേണ്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അതിനേക്കാൾ നല്ലത് ചെയ്തുകൊണ്ട് അതിനെ കവർ ചെയ്യാൻ, അതിനെ കവച്ചു വെക്കാൻ CPM-ന് സാധിക്കാത്തത് കൊണ്ടാണ് ജനം അവരെ ഇളിഫ്യരായി കാണുന്നത്, അപമാനിതരായി വിലയിരുത്തുന്നത്.